അന്വേഷണത്തിന് സ്റ്റേ എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഇ ഡി അന്വേഷണം തടയണമെന്നുള്ള ആവശ്യത്തിൽ വിധി വെള്ളിയാഴ്ച വരും. ഇപ്പോൾ നിലവിൽ അന്വേഷണത്തിന് സ്റ്റേ ഉണ്ടായിരിക്കുന്നു. അതുവരെ തുടർ നടപടികൾ പാടില്ലെന്നും ഇ ഡിയോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. വളരെ നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നു. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, പറയൂ. CMRL എക്സാലോജിക് കരാറിൽ ഇ ഡിയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഇതിന്റെ തുടർ നടപടികൾ വെള്ളിയാഴ്ച വരെ തടയുകയാണ് ഹൈക്കോടതി ചെയ്തത്. വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ പാടില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഇത് ഇ ഡിക്ക് ഹൈക്കോടതി ഈ രീതിയിലുള്ള അന്വേഷണം നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇ ഡിയുടെ അന്വേഷണം തടയണമെന്ന ആവശ്യത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. അതുവരെ തുടർ നടപടികൾ പാടില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിൽ ഹൈക്കോടതി വിശദമായ വാദമാണ് അല്പസമയം മുമ്പ് കേട്ടത്. ജസ്റ്റിസുമാരായ വി രാജ, വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിശദമായ വാദം കേട്ടത്. അതിൽ ഇ ഡി മറുപടി വാദമായി പറയുന്നത്, അന്വേഷണം എന്നാൽ ECIR രജിസ്റ്റർ ചെയ്തു എന്നാൽ കേസെടുത്തു എന്നല്ല അർത്ഥം എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. രേഖകൾ ക്രോഡീകരിച്ച് വെക്കുകയാണ്, ഇ ഡി ക്രോഡീകരിച്ച് വെക്കുന്നു എന്നതാണ് ECIRന്റെ ഉദ്ദേശം. ഇ ഡി നടപടിക്ക് ആധാരമായ കുറ്റകൃത്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. വ്യാജരേഖ ചമച്ചതുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം എന്ന കാര്യവും കൂടിയാണ് ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഈ രീതിയിലുള്ള അന്വേഷണം നടത്താൻ PMLA നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമുണ്ട് എന്ന വാദവും കൂടി ഹൈക്കോടതിയിൽ ഇ ഡി ഉയർത്തുകയും ചെയ്തു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഉയർത്തുകയും ചെയ്തു. CMRL ഇതിന്മേൽ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദം, ഇ ഡിയുടെ താല്പര്യത്തിന് വഴങ്ങാൻ ഇ ഡി നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുന്നു എന്നാണ് CMRL ഉയർത്തിയ വാദം. കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ മാത്രമാണ് SFIക്ക് അവകാശം. ഇ ഡിയുടെ എല്ലാ നടപടികളെയും ചോദ്യം ചെയ്യുകയാണ് CMRL. എല്ലാ നടപടികളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇ ഡിയുടെ അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്ന് ഇ ഡിക്ക് പറയാനാവില്ല. ഇ ഡിയുടെ സമൻസ് കോടതിയിൽ ചോദ്യം ചെയ്തത് അന്വേഷണത്തോടുള്ള നിസ്സഹകരണമല്ല, അപ്രിയമായ രീതിയിലാണ് ഇ ഡി ഇടപെട്ടതെന്ന കാര്യവും കൂടിയാണ് CMRL ഹൈക്കോടതിയിൽ പറഞ്ഞത്. ഇ ഡിയുടെ സമൻസിന് അന്വേഷണ സ്വഭാവമുണ്ട് എന്ന് CMRL പറയുന്നു. FIR കുറ്റകൃത്യമോ ഇല്ലാതെയാണ് ഇ ഡി അന്വേഷണം തുടങ്ങിയതെന്ന വാദവും കൂടിയാണ് ഹൈക്കോടതിയിൽ CMRL ഉയർത്തിയത്. അധികാരപരിധി മറികടന്നാണ് ഇ ഡിയുടെ അന്വേഷണം എന്ന് കൂടിയാണ് CMRL വാദമായി പറഞ്ഞത്. ഇതിനാണ് ഇ ഡി മറുപടി വാദം പറയുന്നത്. ECIR എന്നാൽ കേസെടുത്തു എന്നല്ല, കേസെടുത്തുള്ള അന്വേഷണമല്ല എന്ന്, അങ്ങനെയുള്ളൊരു അർത്ഥമല്ല എന്ന് ഇ ഡി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, രേഖകൾ CMRL എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട രേഖകൾ ക്രോഡീകരിച്ച് വയ്ക്കുകയാണ് ECIRന്റെ ഉദ്ദേശം. ഇ ഡി നടപടിക്ക് ആധാരമായ കുറ്റകൃത്യമുണ്ട് എന്നുകൂടി ഇ ഡി വ്യക്തമാക്കുകയും ചെയ്തു.